നമുക്കിനിയും തമിഴ്നാട്ടിൽ നമുക്കറിയാം ടി.വി.ക്ക് 108 പേരുടെ പിന്തുണ 118 പേരുടെ പിന്തുണ വേണം. 108 പേരുടെ പിന്തുണ അവർക്ക് കിട്ടി. അണ്ണാ DMK പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും അവരുടെ പിന്തുണ വിജയ് സ്വീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. PMK അടക്കമുള്ള ചെറിയ പാർട്ടികളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസിനെയും സമീപിച്ചിട്ടുണ്ട് വിജയ് എന്നാണ് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം ബംഗാളിൽ പുതിയ NDA സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞയും മമതാ ബാനർജിയുടെ പതനം കണ്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വി വിനോദുണ്ട്. വിനോദ്, ആദ്യം നമുക്ക് ഈ തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയാൽ അവിടെ വിജയ് മുഖ്യമന്ത്രിയാകും, സംശയമില്ല. ചെറിയ പാർട്ടികളുടെ പിന്തുണ ഏതാണ്ട് 10ഓളം സീറ്റുകൾ കൂടി കിട്ടിയാൽ ഭൂരിപക്ഷമാകും. അതിനുള്ള നീക്കത്തിലാണോ അതോ AIADMK-യുമായി ചേരുമോ വിജയ്? രഞ്ജിത്ത്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലാണ് TVKയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ അവർക്കുണ്ടായ നേട്ടം. വെറും 2 വർഷം മാത്രം പ്രായമുള്ളൊരു പാർട്ടി തമിഴ്നാട് പോലെ വളരെ പ്രബലമായ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുന്നു എന്നത് ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. DMK-യൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു തിരിച്ചടിയാണ് TVKയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിജയ് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ആയുസത്ര, അല്ലെങ്കിൽ 20% വോട്ട് ഷെയർ നേടാൻ കഴിയില്ല എന്നൊക്കെയുള്ള വിലയിരുത്തൽ. പക്ഷേ അതിനും ഇരട്ടിയിലേക്ക് വിജയുടെ പാർട്ടി എത്തി എന്നതാണ്. ഏതാണ്ട് 39% വോട്ട് ഷെയറുമായി ഒന്നാമത്തെ വലിയ ഒറ്റക്കക്ഷിയായി തമിഴ്നാട്ടിൽ മാറിയിരിക്കുന്നു. 107 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. 118 സീറ്റാണ് ആകെ കേവല ഭൂരിപക്ഷമായി വേണ്ടത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് ചില സാധ്യതകൾ ഇപ്പോൾ അവിടെ ഉരുത്തിരിയുന്നുണ്ട്. DMK സഖ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. 5 അംഗങ്ങൾ കോൺഗ്രസിനുണ്ട്. TVK-യുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ DMK സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വലിയ അളവിൽ MP-മാരുടെ കുറവ്. അങ്ങനെ ഈ മുന്നണി വിഘടിക്കുകയാണെങ്കിൽ, അവർ പിരിയുകയാണെങ്കിൽ ലോക്സഭയിൽ തിരിച്ചടി നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഇവിടെ ഒരു കീറാമുട്ടിയായി ഈ പ്രശ്നം മാറുന്നത്. മറ്റൊന്ന്, ചെറു കക്ഷികളെ കൂട്ടുപിടിച്ച് സർക്കാർ ഉണ്ടാക്കാനുള്ള വിജയുടെ ഒരു നീക്കമാണ്. PMK പോലുള്ള പാർട്ടികൾ, അവർക്കും 5 അംഗങ്ങളുണ്ട്. മാത്രമല്ല CPM-നും CPI-ക്കും മുസ്ലിം ലീഗിനും 2 വീതം MLA-മാർ തമിഴ്നാട്ടിലുണ്ട്. ഇവരെയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ഒരു മുന്നണി സാധ്യമാകുമോ എന്ന കാര്യം നീക്കത്തിലാണ് TVK എന്ന് വേണം, വിജയ് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.